ഹലോ നമസ്കാരം. റോസു ടേസ്റ്റിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സദ്യ സമയത്തൊക്കെ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുന്നത് തലേദിവസമായിരിക്കും അല്ലേ. അപ്പോൾ പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ അച്ചാർ ഉണ്ടാക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിലും അതേപോലെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും അടുത്തടുത്ത നല്ല നല്ല റെസിപ്പീസ് ഈ ചാനലിലുണ്ടാവും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഇതിപ്പോൾ ഞാൻ കഴുകി എടുത്തിരിക്കുകയാണ്. ഇതിന് ഞാൻ തൊലിയൊന്നും കളയുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ 2 മാങ്ങ അല്പം ചെനച്ച മാങ്ങയായിരുന്നു, അതാണ് ആ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. പക്ഷേ പുളിയൊന്നും ഒട്ടും കുറവില്ല, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളി ശ്രദ്ധിക്കണം. പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കാനായിട്ട്. ഇതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഉപ്പ് പിടിക്കാനും, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു 2 hours റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നിങ്ങൾക്ക് 2 hours റെസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് സമയമില്ല, പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാനൊരു 1.5 കുടം വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ഒരു 3 തണ്ട് കറിവേപ്പില, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള ഒരു പാത്രം, ഏതെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. അപ്പം നല്ലെണ്ണ ഞാനൊരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഒരു 3/4 ടീസ്പൂണോളം കടുകിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടുകും ഉലുവയും കൂടെ ചതച്ചതാണ്. അതായത് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉലുവയുടെ പൊടിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് 2ആക്കി, കാരണം ഇത് വലിയ വെളുത്തുള്ളിയായിരുന്നു അതുകൊണ്ട്. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ 3 തണ്ട് കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണം. പിന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളതൊക്കെ കറക്റ്റായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് ആ എണ്ണയിലേക്ക് തന്നെ മുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലൊരു കളറ് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 4.5 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ മുളക് പൊടിയാണ്. പിന്നെ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ കാരണം എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് അല്പം എരിവ് കുറയും, പിന്നെ നല്ലൊരു കളറും കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇളക്കാൻ തുടങ്ങിയ സമയത്താണ് വീണ്ടും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക. വൈറ്റ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/4 കപ്പ് വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളം, അതായത് ഓൾറെഡി തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ചൂടുണ്ട്, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. മാങ്ങയിൽ തിരുമ്മി വെച്ചിരിക്കുന്ന ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ലാസ്റ്റ് നോക്കിയതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് മിക്സ് ചെയ്യുക.
ഇനി ഇത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ കുക്കായി കഴിഞ്ഞാൽ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, പിന്നെ അങ്ങ് കുഴഞ്ഞിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ആ വെള്ളമായിട്ട് കിടക്കുന്ന സംഭവം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത് ഒരു 2-2.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ അങ്ങ് അബ്സോർബ് ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് എന്താ പറയുക, നല്ലൊരു ഗ്രേവി പരുവത്തിൽ നമ്മുടെ അച്ചാർ വരും. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തോടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം ചേർത്താൽ മതി. എപ്പോഴും നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും വെള്ളം ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് തിളപ്പിച്ചതിന് ശേഷം ആറിക്കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അല്പം കായത്തിൻ്റെ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 2 മണിക്കൂർ, അതായത് 6 എണ്ണം ഇത് നന്നായിട്ട് ആറി തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ ആദ്യം ചേർത്ത വെള്ളമോ എന്തെങ്കിലും ഉണ്ടോ? എന്ത് നല്ല ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്ക്. ഒട്ടും തന്നെ വെള്ളമില്ല, നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. എപ്പോഴും ഒന്നെങ്കിൽ ഭരണി അല്ലെങ്കിൽ ചെറിയ ഭരണികളൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, ഒന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചില്ല് കുപ്പി, അങ്ങനെ ഗ്ലാസിൻ്റെ എന്തെങ്കിലും കുപ്പി വേണം ഇട്ട് വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ അച്ചാറ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും ഇട്ട് വയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കുപ്പി എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി, നല്ല ഒട്ടും തന്നെ ഇതുണ്ടാവരുത്. ഇനി ഇതിലേക്ക് അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് അച്ചാർ കേടാകാതിരിക്കാനുള്ള ടിപ്പുകൾ, അതൊക്കെയാണ്. അപ്പം പിന്നെ ഇതിനകത്ത് വെള്ളമയം ഉണ്ടാവരുത്, നമ്മുടെ കുപ്പിയിൽ വെള്ളമയം ഉണ്ടാവരുത്. ഇതൊക്കെയാണ് ടിപ്പുകൾ. ഇപ്പോൾ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ ഓണത്തിന്. അപ്പം അടുത്ത വീഡിയോയിൽ, അടുത്ത പുതിയ എപ്പിസോഡിൽ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.